ഹലോ ഗൈസ്, ഞങ്ങൾ ഒരു അൽ റഹ്മാൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്ക് പോയതാണ്. അപ്പോൾ ഞാനും അച്ഛനും ചേച്ചിയും കൂടെ ഹോട്ടലിലേക്ക് പോവാണ്. എനിക്ക് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അവിടെ കൊണ്ടുപോവാണ്. അതിൻ്റെ പേര് അൽ റഹ്മാനാണ്. ഞങ്ങൾ ഉള്ളിക്കഴിക്കുന്ന എനിക്ക് ഇഷ്ടമായി. അപ്പം അച്ഛനും ഉള്ളിക്കഴിപ്പോൾ അവർ വന്ന് വെയിറ്റ് ചെയ്യാൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഫുഡിലേക്കെല്ലാം ഇവിടെ ഫുള്ളാണ്. അപ്പം അവർ പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ. അച്ഛനോട് ചോദിച്ചു എന്താ വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണി മതിന്ന്. അപ്പൊ അവിടെ സ്പെഷ്യലായിട്ട് അവിടെ പാനിപ്പൂരി ഉണ്ട്, പിന്നെ അവിടെ ചിക്കൻ ഉണ്ട്, പിന്നെ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പൊ അവര് ഫസ്റ്റ് കൊടുക്കുന്നത് ഒരു കുക്കുമ്പറും പിന്നെ ഒരു ഉള്ളി നാരങ്ങയും പിന്നെ ഒരു ചമ്മന്തിയാണ്. അപ്പം എനിക്ക് കുക്കുമ്പർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് കുക്കുമ്പർ കഴിക്കാണ്. അപ്പോഴേക്ക് നമ്മുടെ പാനിപ്പൂരി വന്നു. ഇത് കാണുമ്പോൾ എനിക്ക് വായന വെള്ളം വരാനായിരുന്നു. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്ക് കഴിക്കാൻ. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ ഈ ചമ്മന്തി കൂട്ടിയിട്ട് നമ്മുടെ ഗ്രീൻ ചമ്മന്തി ഇത്തിരി എടുപ്പുള്ളൂ. റെഡും ഗ്രീനും കുറച്ച് എരിവുള്ള റെഡ് നല്ല എരിവാണ്. അപ്പോൾ അച്ഛൻ എനിക്കൊക്കെ തരാണ്. ഫസ്റ്റ് അമ്മയ്ക്ക് കൊടുത്തു, പിന്നെ എനിക്കും തന്നു. പിന്നെ അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അച്ഛനും നോക്കി. എനിക്ക് ആ സാധനം പച്ചക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അത് നാട്ടിൽ പോയപ്പോൾ ഇത് കഴിച്ചിട്ട് ഈ ചമ്മന്തി കൂട്ടിട്ട് നാട്ടിലത്തെ ഇവിടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ചമ്മന്തി കൂട്ടിയിട്ട് ഞാൻ ഒരു കഴിച്ചു ഒരു പ്രാവശ്യം. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഗുലാബ് ജാമു കഴിച്ചു. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തി. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കൊക്കെ ഇഷ്ടമായി. അച്ഛനും എല്ലാവർക്കും ഇഷ്ടമായി. ചേച്ചിക്ക് ഇഷ്ടമായി. പിന്നെ ഇതൊരു ചിക്കൻ ഇങ്ങനെ സോസ് ഒഴിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എല്ലാം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ബിരിയാണിയും ഇഷ്ടമായി. പിന്നെ അവിടുത്തെ ചിക്കനും ഇഷ്ടമായി. എല്ലാം ഇഷ്ടമായി എനിക്ക്. എല്ലാവരും തായ്ലാൻഡിൽ വരുമ്പോൾ ഈ കടയൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.